ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ ദശമസ്കന്ധത്തിലെ 14-ാമത്തെ അധ്യായം സമ്പൂർണ്ണ പാരായണം ചെയ്ത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നതിനുള്ള സമയമാണ്. നമുക്ക് പാരായണം ചെയ്ത് ആ പാദങ്ങളിൽ പൂജാപുഷ്പങ്ങളായി സമർപ്പിക്കാം. ഹരേ കൃഷ്ണ. അഥ ചതുർദശോऽധ്യായഃ. ബ്രഹ്മോവാച നൗമീഡ്യത്തെ പ്രവപുഷേ തടിദം പരായ ഗുഞ്ജാവതം സപരിപിച്ഛലസന്മുഖായ വന്യസ്രജേ കപളവേത്രവിഷാണവേണുലക്ഷ്മശ്രിയേ മൃദുപദേ പശുപാങ്കജായ അസ്യാപി ദേവവപുഷോ മദനുഗ്രഹസ്യ സ്വേച്ഛാമയസ്യ നതു ഭൂതമയസ്യ കോപി നേശ്ചേമഹിത്വവസിതും മനസാന്തരേണ സാക്ഷാത് തവൈവ കിമുദാത്മസുഖാനുഭൂതേ. ജ്ഞാനേ പ്രയാസമുദപാസ്യ നമന്ത ഏവ ജീവന്തി സന്മുഖരിതാം ഭവദീയവാർത്താം സ്ഥാനേ സ്ഥിതാ ശ്രുതിഗതാം തനുവാങ്മനോഭിര്യേ പ്രായശോചിത ജിതോപ്യസിതൈസ്ത്രിലോക്യാം ശ്രേയശ്രുതിം ഭക്തിമുദസ്യ തേ വിഭോ ക്ലിശ്യന്തി യേ കേവലബോധലബ്ധയേ തേഷാമസൗ ക്ലേശലയേവ ശിഷ്യത്തെ നാന്യദ്യഥാ സ്ഥൂലതുഷാവഘാതിനാം. പുരേഹ ഭൂമൻ ബഹവോപി യോഗിനസ്ത്വദർപ്പിതേഹാ നിജകർമ്മലബ്ധയാ വിബുദ്ധ്യഭക്ത്യൈവ കഥോപനീതയാ പ്രപേതിരേഞ്ചോച്യുതത്തെ ഗതിം പരാം. തഥാപി ഭൂമൻ മഹിമാ ഗുണസ്യ തേ വിബോധുമർഹത്യമലാന്തരാത്മഭി അവിക്രിയാത് സ്വാനുഭവാദരൂപതോ ഹ്യനന്യബോധ്യാത്മതയാ ന ചാന്യഥാ. ഗുണാത്മനസ്തേപി ഗുണാൻ വിമാതും ഹിതാവതീർണസ്യ കൈശിരേസ്യ കാലേന യൈർവാ വിമിതാഃ സുകൽപൈർഭൂപാംസവഃ ഖേമിഹികാദ്യുഭാസ. തത്തേനുകമ്പാം സുസമീക്ഷമാണോ ഭുഞ്ജാന ഏവാത്മകൃതം വിപാകം ഹൃദ്വാഗ്വപുർഭിർവിദധൻ നമസ്തേ ജീവേദയോ മുക്തിപദേ സദായ ഭാഗ്. പശ്യേഷമേനാര്യമനന്താദ്യേ പരാത്മനി ത്വയ്യപി മായിമായിനി മായാം വിദത്യേക്ഷിതുമാത്മവൈഭവം ഹ്യഹം കിയാനൈച്ഛമിവാർച്ചിരഗ്നൗ. അത ക്ഷമസ്വാച്യുതമേ രജോ ഭുവോ യജാനതസ്ത്വത്പൃഥഗീശമാനിനഃ അജാവലേപാന്ധതമോന്ധചക്ഷുഷ യേഷോനുകമ്പ്യോ മയി നാഥവാനിതി. ക്വാഹം തമോ മഹദഹംഖചരാഗ്നിവാർഭൂ സംവേഷ്ടിതാണ്ഡഘടസപ്തവിധസ്തികായ കേതൃഗ്വിധാ വിഗണിതാണ്ഡപരാണുചര്യാവാദാധ്വരോമവിവരസ്യ ച തേ മഹിത്വം. ഉച്ഛേപണം ഗർഭഗതസ്യ പാദയോഃ കിം കൽപ്പതേ മാതുരഥോക്ഷജാഗസേ കിമസ്തി നാസ്തി വ്യപദേശഭൂഷിതം തവാസ്തി കുക്ഷേഃ കിയദപ്യനന്ദഃ. ജഗത്രയാന്തോദധിസംപ്ലവോ തേ നാരായണസ്യോദരനാഭിനാളാത് വിനിർഗതോജസ്ത്വിതി വാങ്ന വൈ മൃഷാ കിം ത്വീശ്വരത്വന്ന വിനിർഗതോസ്മി. നാരായണസ്ത്വം ന ഹി സർവദേഹിനാമാത്മാസ്യധീശാഖിലലോകസാക്ഷി. നാരായണോംഗം നരഭൂജലായനാത്തച്ചാപി സത്യം ന തവൈവ മായാം. തച്ചേജ്ജലസ്ഥം തവ സജ്ജഗദ്വപുഃ കിം മേ ന ദൃഷ്ടം ഭഗവംസ്തദൈവ. കിം വാ സുദൃഷ്ടം ഹൃദി മേ തദൈവ കിം നോ സപദ്യേവ പുനർവ്യദർശി. അത്രൈവ മായാധമനാവതാരേ ഹ്യസ്യ പ്രപഞ്ചസ്യ ബഹിസ്ഫുടസ്യ കൃത്സ്നസ്യ ചാന്തർജഠരേ ജനന്യാ മായാ ത്വമേവ പ്രകടീകൃതം തേ. യസ്യ കുക്ഷാവിദം സർവം സാത്മം ഭാതി യഥാ തഥാ
തത്വയ്യപീഹ തത്സർവം കിമിദം മായയാ വിനാ അദ്യൈവ ത്വധൃതേസ്യ കിം മമ ന തേ മായാ ത്വമാദർശിതം മേകോऽസി പ്രഥമം തതോ വ്രജ സുഹൃദ്വത്സാ സമസ്താ അപി താവന്തോऽസി ചതുർഭുജാസ്തദഖിലൈ സാകം മയോപാസിതാസ്താവന്ത്യേവ ജഗന്ത്യഭൂസ്തദമിദം ബ്രഹ്മാദ്വയം ശിഷ്യത്തെ അജാനതാം ത്വത്പദവീമനാത്മന്യാത്മാത്മനാ ഭാസി വിദത്യ മായാം സൃഷ്ടാവിവാഹം ജഗതോ വിധാനേ ഇവ ത്വമേഷോऽന്ത ഇതി ഇവ ത്രിനേത്ര സുരേഷു ഋഷിഷ്വീശ തഥൈവ നൃഷ്വപി തിര്യക്ഷുയാതസ്വപി തേ ജനസ്യ ജന്മാസതാം ദുർമദനിഗ്രഹായ പ്രഭോ വിധാതഃ സദനുഗ്രഹായ ച കോ വേത്തി ഭൂമൻ ഭഗവൻ പരാത്മൻ യോഗേശ്വരോതിർഭവതസ്ത്രിലോക്യാം ക്വ വാ കഥം വാ കതി വാ കഥേതി വിസ്താരയൻ ക്രീഡസി യോഗമായാം തസ്മാദിദം ജഗദശേഷമസത്സ്വരൂപം സ്വപ്നാഭമസ്തധിഷണം പുരുദുഃഖദുഃഖം ത്വയ്യേവ നിത്യസുഖബോധതനാവനന്ദേ മായാത ഉദ്യതപി യത് സദിവാവഭാതി ഏകസ്ത്വമാത്മാ പുരുഷഃ പുരാണഃ സത്യസ്വയം ജ്യോതിരനന്താദ്യഃ നിത്യോക്ഷരോജസ്രസുഖോ നിരഞ്ജനഃ പൂർണ്ണോദ്വയോ മുക്ത ഉപാധിതോമൃതഃ ഏവം വിധം ത്വാം സകലാത്മനാമപി സ്വാത്മാനമാത്മാത്മതയാ വിചക്ഷത്തെ ഗുർവർക്കലബ്ധോപനിഷത്സു ചക്ഷുഷാ യേ തേ തരന്തീവ ഭവാൻ ഹൃതാം ബുദ്ധിം ആത്മാനമേവാത്മതയാ വിജാനതാം തേനൈവ ജാതം നിഖിലം പ്രപഞ്ചിതം ജ്ഞാനേന ഭൂയോപി ച തത് പ്രലീയത്തെ രജ്വാമഹേർഭോഗഭവാഭവൗ യഥാ അജ്ഞാനസജ്ഞൗ ഭവബന്ധമോക്ഷൗ ദ്വൗ നാമ നാന്യൗ ഹൃദജ്ഞഭാവാത് അജസ്രചിത്യാത്മനി കേവലേ പരേ വിചാര്യമാണേ തരണാവിവാഹനേ ത്വാമാത്മാനം പരം മത്വാ പരമാത്മാനമേവ ച ആത്മാ പുനർബഹിർമൃഗ്യ അഹോജ്ഞജനതാജ്ഞതാം അന്തർഭവേനന്തഭവന്തമേവ ഹ്യതത്യജന്തോ മൃഗയന്തി സന്തഃ അസന്തമപ്യന്ത്യഹിമന്തരേണ സന്തം ഗുണം തം കിമുയന്തി സന്തഃ അഥാപി തേ ദേവപദാംബുജദ്വയ പ്രസാദലേശാനുഗ്രഹീത ഏവ ഹി ജാനാതി തത്വം ഭഗവൻ മഹിംനോ ന ചാന്യകോ ഏകോപി ചിരം വിചിൻവൻ തതസ്തു മേ നാഥ സ ഭൂരിഭാഗോ ഭവേത്ര വാന്യത്ര തു വാ തിരശ്ചാം യേനാഹമേകോപി ഭവജ്ജനാനാം ഭൂത്വാ നിഷേവേ തവ പാദപല്ലവം അഹോതി ധന്യവ്രജഗോരമണ്യ സ്തന്യാമൃതം വീതമതീവ തേ മുദാ യാസാം വിഭോ വത്സതരാത്മജാത്മനാ യതൃപ്തയേദ്യാപിന ചാലമധ്വരാ അഹോ ഭാഗ്യം നന്ദഗോപവ്രജൗകസാം യന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മ സനാതനം യേഷാം തു ഭാഗ്യമഹിമാച്യുതതാവതാസ്താമേകാദശൈവ ഹി വയം ബദ ഭൂരിഭാഗാ ഏതധൃഷീകചഷകൈരസകൃത് പിബാമഃ ശർവാദയോഘ്ര്യുദജമധ്വമൃതാസവം തേ തസ്തു തത്ഭൂരിഭാഗ്യമിഹ ജന്മ കിമപ്യടവ്യാം യദ്ഗോകുലേപി കഥമാഘ്രിരജോഭിഷേകം യജ്ജീവിതം തു നിഖിലം ഭഗവാൻ മുകുന്ദസ്ത്വദ്യാപി യത്പദരജശ്രുതിമൃഗ്യമേവ യേഷാം ഘോഷനിവാസിനാമുദ ഭവാൻ കിം ദേവരാതേതി നശ്ചേതോ വിശ്വഫലാത് ഫലം ത്വദപരം കുത്രാപ്യയന്മുഹ്യത്തെ സദ്വേഷാദിവ പൂതനാപി സകുലാ ത്വമേവ ദേവാ പിതാ
യഥാമാർത്ഥസുഹൃത്പ്രിയാത്മതനയപ്രാണാശയാസ്ത്വത്കൃതേ താവദ്രാഗാദയസ്തേനാസ്താവത്കാരാഗൃഹം ഗൃഹം താവന്മോഹോഘ്രിനികടോ യാവത് കൃഷ്ണന തേ ജനാ പ്രപഞ്ചം നിഷ്പ്രപഞ്ചോപി വിഡംബയസി ഭൂതലേ പ്രപന്നജനതാനന്ദ സന്തോഹം പ്രഥിതും പ്രഭോ ജാനന്ദ ഏവ ജാനന്തോ കിം ബഹൂക്ത്യാന മേ പ്രഭോ മനസോ വപുഷോ വാചോ വൈഭവം തവ ഗോചര അനുജാനീഹി മാം കൃഷ്ണ സർവം ത്വം വേത്സി സർവദൃഗ് ത്വമേവ ജഗതാം നാഥോ ജഗദേതത്തവാർപ്പിതം ശ്രീകൃഷ്ണ വൃഷ്ണികുലപുഷ്കരജോഷദായിൻ ക്ഷ്മാ നിർജരദ്വിജപശൂദധിവൃദ്ധികാരിൻ ഉദ്ധർമ്മശാർവരഹരക്ഷിതിരാക്ഷസധൃഗാകൽപ്പമാർഗമർഹൻ ഭഗവൻ നമസ്തേ. ശ്രീശുക ഉവാച ഇത്യഭീഷ്ടൂയ ഭൂമാനം ത്രിഃ പരിക്രമ്യ പാദയോ നത്വാഭീഷ്ടം ജഗദ്ധാത സ്വധാമ പ്രത്യപദ്യത തതോനുജ്ഞാപ്യ ഭഗവാൻ സ്വഭുവം പ്രാഗവസ്ഥിതാൻ വത്സാൻ പുളിനമാനിന്യേ യഥാ പൂർവസഖം സ്വകം ഏകസ്മിന്നപി യാദേബ്ദേ പ്രാണേശം ചാന്തരാത്മനഃ കൃഷ്ണമായാഹതാ രാജൻ ക്ഷണാർത്ഥം മേനിരേർഭകാഃ കിം കിം ന വിസ്മരന്തീഹ മായാമോഹിതചേതസഃ യന്മോഹിതം ജഗത് സർവമഭീക്ഷ്ണം വിസ്മൃതാത്മകം ഊചുശ്ച സുഹൃദഃ കൃഷ്ണം സ്വാഗതം തേതിരംഹസാ നൈകോപ്യഭോജി കപള ഏഹി തസ്സാധു ഭുജ്യതാം തതോ ഹസൻ ഹൃഷീകേശോഭ്യവഹൃത്യ സഹാർഭകൈ ദർശയംശ്ചർമാജഗരം ന്യവർത്തത വനാദ്വ്രജം ബർഹപ്രസൂന നവധാതു വിചിത്രിതാംഗഃ പ്രോദ്ദാമവേണുദലശൃംഗരവോത്സവാഢ്യ വത്സാൻ ഗുണന്നനുഗീത പവിത്രകീർത്തിർഗോപീദൃഗുത്സവദൃശീ പ്രവിവേശഗോഷ്ഠം അദ്യാനേന മഹാവ്യാളോ യശോദാനന്ദസൂനുന ഹതോ വിദാസ് വയം ചാസ്മാദിതി ബാലാവ്രജേ ജഗുഃ. രാജോവാച ബ്രഹ്മൻ പരോദ്ഭവേ കൃഷ്ണേ യാൻ പ്രേമ കഥം ഭവേത് യോ ഭൂതപൂർവസ്തോകേഷു സോത്ഭവേഷ്വപി കഥ്യതാം. ശ്രീശുക ഉവാച സർവേഷാമപി ഭൂതാനാം നൃപസ്വാത്മൈവ വല്ലഭ ഇതരേപത്യവിത്താദ്യസ്തദ്വല്ലഭതയൈവ ഹി തദ്രാജേന്ദ്ര യഥാ സ്നേഹസ്വസ്വകാത്മനി ദേഹിനാം ന തഥാ മമതാലംബി പുത്രവിത്തക ഗൃഹാദിഷു ദേഹാത്മവാദിനാം പുംസാമപി രാജന്യസത്തമ യഥാ ദേഹപ്രിയതമസ്തഥാ ന ഹ്യനുയേ ച തം ദേഹോപി മമതാഭാഗ്ചേത്തർഹ്യസൗ നാത്മവത് പ്രിയ യജ്ജീര്യത്യപി ദേഹേസ്മിൻ ജീവിതാശാ ബലീയസി തസ്മാത് പ്രിയതമഃ സ്വാത്മാ സർവേഷാമപി ദേഹിനാം തദർത്ഥമേവ സകലം ജഗദേതച്ചരാചരം കൃഷ്ണമേനമവേഹി ത്വമാത്മാനമഖിലാത്മനാം ജനദ്ധിതായ സോऽപ്യത്ര ദേഹി വാ ഭാതി മായയാ വസ്തുതോ ജാനതാമത്ര കൃഷ്ണം സ്ഥാസ്നു ചരിഷ്ണു ച ഭഗവദ്രൂപമഖിലം നാന്യദ്വസ്ത്വിഹ കിഞ്ചന സർവേഷാമപി വസ്തൂനാം ഭാവാർത്ഥോ ഭവതി സ്ഥിതഃ തസ്യാപി ഭഗവാൻ കൃഷ്ണഃ കിമതദ്വസ്തു രൂപ്യതാം സമാശ്രിതായേ പദപല്ലവപ്ലവം മഹത്പദം പുണ്യയശോ മുരാരേ ഭവാംബുധിർവത്സപദം പരം പദം 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 യദ്വിപതാം ന തേഷാം ഏതത്തേ സർവമാഖ്യാതം യത്പൃഷ്ടോഹമിഹ ത്വയാ യത് കൗമാരേ ഹരികൃതം പൗഗണ്ഡേ പരികീർത്തിതം ഏതത് സുഹൃദ്ഭിശ്ചരിതം മുരാരേരഘാർദ്ദനം ശാദ്വലജേമനം ച വ്യക്തേതരദ്രൂപമജോർവഭിഷ്ടവം ശൃണ്വൻ ഗൃണന്നേതി നരോഖിലാർത്ഥാൻ ഏവം വിഹാരൈഃ കൗമാരം ജഹതുർവ്രജേ
നിലായനൈ സേതുബന്ധൈർമർക്കടോത്പ്ലവനാദിഭിः ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ബ്രഹ്മസ്തുതിർനാമ ചതുർദശോऽധ്യായः. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അഥ പഞ്ചദശോऽധ്യായः. ശ്രീശുക ഉവാച തതശ്ച പൗഗണ്ഡവയഃ ശ്രിതൗ വ്രജേ ബഭ്രുവധുസ്തൗ പശുപാലസമ്മതൗ ഗാശ്ചാരയന്തൗ സഖിഭിः സമം പതൈർവൃന്ദാവനം പുണ്യമതീവ ചക്രതു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ഇനി അടുത്ത സത്സംഗം മുതൽക്ക് 15-ാമത്തെ അധ്യായം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കരുതുന്നു. ഇതുവരെ ഭഗവാൻ പറയിപ്പിച്ച ഓരോ വാക്കും ഭഗവാനെ എല്ലാം അവിടുത്തെ ഒരു ലീലയാണെന്ന് അറിഞ്ഞുകൊണ്ട് അവിടുത്തെ പാദാരവിന്ദങ്ങളിൽ പൂജാപുഷ്പങ്ങളായി സമർപ്പിച്ചു കൊള്ളട്ടെ. അടുത്ത സത്സംഗത്തിൽ നമുക്ക് 15-ാമത്തെ അധ്യായത്തിൻ്റെ കഥാസാരവുമായി വീണ്ടും കാണാം. ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.